ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് കാരണം 2-3 ദിവസം വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് വീണ്ടും പൂർവാധികം ശക്തിയോടെ ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നേരം വെളുത്ത് വരുന്നുള്ളൂ. അപ്പോഴേക്കും തന്നെ മക്കളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളൊരു കുഞ്ഞ് ട്രിപ്പ് പോകണം കേട്ടോ. ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അപ്പോൾ മക്കളെയും കൊണ്ട് പോയിട്ട് അതൊരു കുഞ്ഞ് ട്രിപ്പ് ആക്കാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ തന്നെ ഞങ്ങൾ KSRTC സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ട്രെയിനിൽ പോകാമെന്ന് കേട്ടോ വിചാരിച്ചു. അപ്പോൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് അത് ക്യാൻസലായിപ്പോയി. പിന്നെ ഞങ്ങൾ അപ്പം തന്നെ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അങ്ങനെ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. മോനിക്കാണെങ്കിൽ അതിൻ്റെ നല്ല സങ്കടമുണ്ട്. കാരണം അവൾക്ക് ട്രെയിനിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹരമാണ്. അതിൻ്റെ മുമ്പുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട്. അപ്പോൾ അത് അവഎനിക്ക് അതിന് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ വരുമ്പോൾ നമുക്ക് ട്രെയിനിലാക്കാന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ മോളാണെങ്കിൽ പോവാന്ന് പറഞ്ഞിട്ട് ബസ് കണ്ട് അപ്പോൾ അതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ നമുക്ക് പോകേണ്ട ബസ് വന്നിട്ടില്ല. അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ. അവളാണെങ്കിൽ പോവാന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനത്തെ ബസ് വന്ന് ബസ്സിൽ കയറി സെറ്റായിട്ടുണ്ട്. മോളാണെങ്കിൽ ബസ്സിൽ കയറി വഴി വാശിയായിരുന്നു കേട്ടോ. കാരണം എന്താണെന്നല്ലേ, അവരെ ഒതുക്കിയിരുത്താൻ വേണ്ടി ഞാൻ കുറച്ച് ചോക്ലേറ്റ്സും ബിസ്ക്കറ്റൊക്കെ ബാഗിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വണ്ടിയിൽ കയറി വഴി അത് വേണമെന്നുകൊണ്ട് ഭയങ്കര വാശിയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഒന്ന് ഒതുക്കി ഇരുത്തിയതാണ്. മോനാണെങ്കിൽ പിന്നെ ട്രെയിനിൽ കയറിയില്ല എന്നുള്ളൊരു സങ്കടം കുറച്ച് മാറിയിട്ടുണ്ട്. കാരണം വൈകിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനിക്ക് അവൻ്റെ പരാതി നീരും. അപ്പോൾ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത കാരണം പിന്നെ കുറച്ച് നേരം ഒന്ന് കാമായിടാണ്ടാളും. പിന്നെ ഒരു കാഴ്ചകളൊക്കെ ഉണ്ട്. മോളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടിരിക്കുന്നു. അവൾ ഓരോന്ന് കാണുമ്പോഴും ഉമ്മ അതെന്താന്ന് അവളുടെ ഭാഷയിൽ കുറേ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കോഴിക്കോടാണ് പോയത്. അങ്ങനെ എത്തിയ വഴി ഞങ്ങൾ ഫുഡ് കഴിക്കാണ്ട് പോയത്. കാരണം എത്തുമ്പോൾ തന്നെ രാവിലെ 10:30 ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നന്നായി വിശന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ബസ് കാത്തു നിൽക്കണ്ടോ. കാരണം ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് വീണ്ടും ഒരു ബസ് മാറി കയറണം. അങ്ങനെ കുറേ നേരത്തിന് വെയിറ്റ് ചെയ്ത ശേഷം ഉണ്ടോ ബസ് വന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രകളിൽ ഞങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ പരിപാടികൾ കഴിഞ്ഞ് പിന്നെ മക്കളെയും കൊണ്ട് കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയത് മിഠായി തെരുവിക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോയി എന്നുള്ളത് ആദ്യം പറഞ്ഞില്ലല്ലോ അല്ലേ. എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മിഠായി തെരുവിക്ക് പോയി മക്കളെയും കൊണ്ട്. പിന്നെ അവർക്ക് ചെരുപ്പും കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷെ ഒന്നും സെറ്റായില്ല കേട്ടോ. പിന്നെ അവർക്ക് ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്ത് അവരൊന്ന് സെറ്റാക്കി. അവർ ടോയ്സൊക്കെ വേണമെന്നുകൊണ്ട് വാശി പിടിച്ചു. പിന്നെ പറഞ്ഞു, മക്കളെ നേർച്ചയ്ക്ക് കുറേ ടോയ്സൊക്കെ വാങ്ങിയതല്ലേ, ഇനി എന്തിനാണെന്ന് പറഞ്ഞിട്ട് പിന്നെ സമാധാനിച്ചിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കറങ്ങിയിട്ട് ഈവനിങ്ങാണ് പോയത്. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.